ഗ്രാമാണ് 88 രൂപയാണ് ഒരു ഗ്രാമിന് വരുന്നത് അല്ലേ? ഇങ്ങനെ തോന്നുന്നത് ഇപ്പൊ റേറ്റ് 88 ഏകദേശം. നമ്മളെന്താ എപ്പോഴാണോ കൊടുക്കുന്നത് അപ്പൊ അത് നമുക്കനുസരിച്ച് നോക്കണം. നമ്മളെപ്പോഴാണോ സക്കാത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിന് നമ്മള് പിന്നെ മൾട്ടിപ്പിൾസ് ചെയ്യുമ്പോൾ 595 ഏകദേശം 52,360 രൂപ. അത്ര ടൈം കൊടുത്താൽ മതി. 52,360 രൂപ, 52,000 രൂപ ഒരു കൊല്ലം നമ്മുടെ അക്കൗണ്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ 2.5%, അതിന്റെ 2.5% ഏകദേശം 1,300 രൂപ അത്ര കൊടുക്കേണ്ടതുണ്ട്. അത് കൃത്യമായി കൊടുത്തിരിക്കണം. അത് ഒരു ദിവസം വൈകിയാൽ നമ്മൾ കുറ്റക്കാരാണ്. ആ ഒരു ദിവസം അതിലെടുക്കുന്ന മക്കളെ ഭക്ഷിപ്പിച്ചാൽ മക്കളും നമ്മുടെ ഹറാം എത്തുന്നവരായി. കാരണം മറ്റുള്ളവരുടെ അവകാശമായി മാറി. അത് എപ്പോഴാണോ ഈ ഒരു കൊല്ലമാകുന്നത് അതോടുകൂടെ മറ്റൊരു അവകാശമാണ് അള്ളാഹു അവകാശം കൊടുത്തുവിട്ട് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാണ്. അതുകൊണ്ട് സ്വർണം വെള്ളിയിൽ നമ്മൾ നോക്കേണ്ടത് ഇന്നത്തെ കാലത്ത് സ്വർണവും വെള്ളിയും എന്നതിൽ വെള്ളിയാണ് വില കുറവുള്ളത് കൊണ്ട് നമ്മൾ വെള്ളിയുടെ കണക്കനുസരിച്ചാണ് മഹാന്മാരെ പണ്ഡിതന്മാരെല്ലാവരും വെള്ളിയുടെ കണക്കാണ് നമ്മുടെ രാജ്യത്ത് നോക്കേണ്ടത് എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ എന്തൊക്കെ പൈസയാണുള്ളത് ഉള്ളത്, അതുപോലെ കുറി, ഡെപ്പോസിറ്റ്, അതുപോലെയുള്ളതൊക്കെ നമ്മുടെ സക്കാത്ത് കൊടുക്കൽ അവകാശം നമ്മൾക്ക് കിട്ടാനുള്ളത് ആയിട്ട് എന്തൊക്കെയുണ്ടോ നമ്മൾ നിക്ഷേപിച്ചത് നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടേതായ എന്തൊക്കെയുണ്ടോ അതിന്റെ ഒക്കെയും നമ്മൾ കിട്ടാനുണ്ട്. അത് കുറിയാണെങ്കിലും ഡെപ്പോസിറ്റ് ആണെങ്കിലും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചതാണെങ്കിലും നമ്മളുടേതായിട്ട് ഇവർക്ക് കടം കൊടുത്തതാണ്. 50,000 രൂപ കടം കൊടുത്തു ഒരു കൊല്ലമായിട്ട്. 50,000 രൂപ കടം കൊടുത്തത് ഒരു കൊല്ലമായിട്ട് അയാളുടെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് കിട്ടാനുള്ളതാണ്, പ്രതീക്ഷയുള്ളതാണ്. അതിന് സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ 1 ലക്ഷം നമുക്ക് കിട്ടാനുണ്ട്. 1 കൊല്ലമായി, 2 കൊല്ലമായി, 3 കൊല്ലമായി, 4 കൊല്ലമായി നമ്മൾ സക്കാത്ത് കൊടുക്കണം. പിന്നെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള വകുപ്പുകളുണ്ട്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കുകയും വേണം. കണക്കനുസരിച്ച് എത്ര കൊല്ലം കഴിഞ്ഞാണ് കിട്ടിയത് ഓരോ കൊല്ലത്തിന്റെ കണക്ക് എഴുതി വെക്കണം. പൈസ എന്ന് പറഞ്ഞാൽ വെറുതെ കൃഷി പോകേണ്ട സാധനമല്ല. അതുകൊണ്ടാവുന്നത് ആ എത്ര കൊല്ലമായി, 5 കൊല്ലമായി, 10 കൊല്ലം കഴിഞ്ഞിട്ടാവും കൊണ്ടുവന്നതിനാണ് നമുക്ക് ഓർമ്മയില്ലായിരുന്നു. പക്ഷെ ആ 10 കൊല്ലത്ത് സക്കാത്ത് നമ്മൾ കൊടുക്കണമായിരുന്നു. അതൊക്കെ പറഞ്ഞു വിസ്മരിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം ഡെപ്പോസിറ്റ്, ബാങ്ക് ഡെപ്പോസിറ്റ് പറയേണ്ടതില്ലല്ലോ. അതുപോലെ ഇനി മറ്റൊരു സ്ഥലം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കച്ചവടത്തിന്റെ സക്കാത്താണ്. കച്ചവടത്തിന്റെ സക്കാത്ത് പറയുന്നത് പോലെ കച്ചവടത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ വാങ്ങിയിട്ടോ അതിനൊക്കെ സക്കാത്തുണ്ട്. കച്ചവടത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ വാങ്ങിയിട്ടോ അതിനൊക്കെ സക്കാത്തുണ്ട്. വീടാവട്ടെ, പ്ലോട്ടുകളാവട്ടെ, പിന്നെ വാഹനമാവട്ടെ, അതൊന്നും നമ്മുടെ സാധാരണ വാഹനങ്ങളിൽ സക്കാത്തില്ല, ഭൂമിക്ക് സക്കാത്തില്ല. അതേസമയം കച്ചവട ആവശ്യത്തിന് വേണ്ടി ഭൂമി വാങ്ങിയിട്ടാലും കാർ വാങ്ങി വെച്ചാലും ബിസിനസ് ആവശ്യത്തിന് റിയൽ എസ്റ്റേറ്റിന്റെ ആളുകൾ അതിനൊക്കെ സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്വർണത്തിന്റെ വിഷയം വളരെ ഗൗരവത്തിൽ നിൽക്കേണ്ട വിഷയമാണ്. സ്വർണം ആഭരണമായിട്ടുള്ളതാണെങ്കിലാണ് അതിന് സക്കാത്തിന്റെ. അതേസമയം അത് ഡെപ്പോസിറ്റ് എന്ന നിലയ്ക്ക് സ്വർണം വെച്ച് കഴിഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഡെപ്പോസിറ്റ് എന്ന നിലയ്ക്കാണ് സ്വർണം. പൈസ കുറവുണ്ടാകുമ്പോൾ വാങ്ങി വെച്ച് എന്താ ഉദ്ദേശം, കൂടുതലുണ്ടാകുമ്പോൾ വിൽക്കാം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. ആഭരണമാണെങ്കിൽ മാത്രമാണ്, ഇടാനുള്ള ആഭരണമാണെങ്കിൽ മാത്രമാണ് അതിന് സക്കാത്ത് ഇല്ലാത്തത്. പിന്നെ ചില പണ്ഡിതന്മാര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആഭരണമാണെങ്കിൽ അത്രയും കുഴപ്പമില്ല, എന്നാലും സൂക്ഷ്മതയുടെ വശം പിടിച്ചിട്ട് ഇതിന് സക്കാത്ത് കൊടുക്കുകയാണെന്നല്ല. 10 പവൻ ഉണ്ടെങ്കിൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അത് കൊടുത്ത നാട്ടിൽ ഒരുപാട് പാവങ്ങൾ രക്ഷപ്പെടും. ഇസ്ലാമിക ഭരണം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക രീതി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ കൂലിയൊക്കെ ഖിയാമത്ത് നാളിൽ കിട്ടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളെന്ത് ചെയ്യുന്നു എന്നല്ല, ഇവിടെ തന്നെ നഷ്ടപ്പെടുന്നു എന്നല്ല, നമ്മൾ ആഖിറത്തിലേക്ക് സമ്പാദിക്കാനുള്ള ശ്രമമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കച്ചവടത്തിന്റെ കാര്യമാണ്. കച്ചവടത്തിന്റെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരെ വളരെയധികം കച്ചവടം നല്ലൊരു ബിസിനസ്സാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല കച്ചവടക്കാരൻ അവൻ ആഖിറത്തിൽ ഔലിയ അംബിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖുകളുടെയും കൂടെ ആയിരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലാവാൻ, പക്ഷേ അതേ റസൂലുള്ള തന്നെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖറജ മഅ നബിയ്യി അൽ-മുസല്ല, റസൂൽ ഒരുപാട് ദിവസം ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ഫഅന്നാസ് യതബായഊൻ, ജനങ്ങളൊക്കെ ബൈഅത്ത് ചെയ്യും. ഓരോ ദിവസം ഇടയ്ക്ക് ഇങ്ങനെ ബൈഅത്ത് ഉണ്ടാകും, പ്രതിജ്ഞ പുതുക്കൽ ഉണ്ടാകും. ആ സമയത്ത് സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി വിളിച്ചു, യാ മഅശറ തുജാർ, ഓ കച്ചവടക്കാരെ,